ഹലോ എവരിവൺ, ദിശ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് നമ്മുടെ റീസെൻറ്റ് എക്സാംസ് നോക്കുകയാണെങ്കിൽ SSC RRB എക്സാംസ് നോക്കുകയാണെങ്കിൽ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു പോർഷനിൽ നിന്ന് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി വരുന്ന എക്സാംസിന് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതായത് 2024 എന്ന് പറയുന്ന ഒരു വർഷത്തെ കറണ്ട് അഫയേഴ്സ് ഇനി വരുന്ന ഒരു ഏത് എക്സാമിന് വേണ്ടിയിട്ടും നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ 2024 എന്ന് പറയുന്ന ഒരു വർഷത്തെ കറണ്ട് അഫയേഴ്സ് ടോപ്പിക് വൈസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 2024 എന്ന് പറയുന്ന വർഷത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കീംസുകൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവാർഡ്സുകൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ കഴിഞ്ഞ വീഡിയോകളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ 2024 എന്ന് പറയുന്ന ഒരു വർഷത്തെ ബേസ് ചെയ്ത് ഫസ്റ്റ് ഇൻ ഇന്ത്യ, ഓക്കെ, അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻ വേൾഡ്, ഈ ഒരു കാര്യവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇൻ ഇന്ത്യ, ഫസ്റ്റ് ഇൻ വേൾഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, who recently became the first Indian to conquer Mount Shishapakma? ഓക്കെ, മൗണ്ട് ശിശപക്മ കോൺകർ ചെയ്ത ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? മൗണ്ടൻ ഏതാണ്? മൗണ്ട് ശിശപക്മ. ഓക്കെ, ഈ മൗണ്ട് ശിശപക്മ കോൺകർ ചെയ്ത ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അതിന് ആൻസർ പറയുന്നതിന് മുന്നേ നമ്മൾ അറിയണം ഈ മൗണ്ട് ശിശപക്മ എവിടെയാണെന്ന്. ചിലപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വരിക മൗണ്ട് ശിശപക്മ ലൊക്കേറ്റഡ് ഇൻ വിച്ച് കൺട്രി എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ വിചാരിക്കും അത് GK പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണെന്ന്. അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് എല്ലാ രാജ്യത്തെയും പീക്കുകൾ പഠിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. അവിടെ ആ പീക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു കറണ്ട് അഫയേഴ്സിനെ റിലേറ്റ് ചെയ്ത് തന്നെയാണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ പഠിക്കുക. മൗണ്ട് ശിശപക്മ എവിടെയാണെന്ന് നോക്കാം. ചൈനയിലാണ്. ഓക്കെ, മൗണ്ട് ശിശപക്മ എവിടെയാണ്? ചൈനയിലാണ്. മൗണ്ട് ശിശപക്മയുടെ ഹൈറ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8027 മീറ്റർ ആണ്. ഓക്കെ, മൗണ്ട് ശിശപക്മ ലൊക്കേറ്റ് ചെയ്യുന്ന എവിടെയാണ്? ചൈനയിലാണ്. അതിൻ്റെ ഹൈറ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8027 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ മൗണ്ട് ശിശപക്മ എവിടെയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ലൊക്കേഷൻ ചൈനയിലാണ്. അതിൻ്റെ ഹൈറ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാലോ 8027 മീറ്റർ ആണ്. ഓർക്കുക, 14th ഹയസ്റ്റ് മൗണ്ടെയിൻ അറ്റ് വേൾഡ്. നമ്മുടെ വേൾഡിലെ 14ാമത്തെ ഹയസ്റ്റ് മൗണ്ടെയിൻ ആണ് മൗണ്ട് ശിശപക്മ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുള്ളൂ. നമുക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, മൗണ്ട് ശിശപക്മ കോൺകർ ചെയ്ത ഫസ്റ്റ് ഇന്ത്യൻ ആരാണ്? അങ്ങനെയല്ലേ ക്വസ്റ്റ്യൻ? ഫസ്റ്റ് ഇന്ത്യൻ ടു കോൺകർ മൗണ്ട് ശിശപക്മ. അപ്പോൾ നമ്മൾ പഠിക്കുന്നു മൗണ്ട് ശിശപക്മ എവിടെയാണ്? മൗണ്ട് ശിശപക്മ ലൊക്കേറ്റ് ചെയ്യുന്നത് ചൈനയിലാണ്. മൗണ്ട് ശിശപക്മയുടെ ഹൈറ്റ് കൂടി പഠിക്കുന്നു. എത്രയാണ്? 8027 മീറ്റർ ആണ്. ഓക്കെ, 8027 മീറ്റർ ആണ് ഹൈറ്റ്. ഇനി 14th ഹയസ്റ്റ് മൗണ്ടെയിൻ. ഓക്കെ, വേൾഡിൽ തന്നെ 14ാമത്തെ ഹയസ്റ്റ് മൗണ്ടെയിൻ ആണ് ഇതെന്ന് പറയുന്നത് മൗണ്ടെയിൻ ശിശപക്മ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ആൻസറിലേക്ക് വരുന്നു. ഈ മൗണ്ട് ശിശപക്മ ഈ ചൈനയിലുള്ള വേൾഡിലെ 14th ഹയസ്റ്റ് മൗണ്ടെയിൻ ആയിട്ടുള്ള ഈ മൗണ്ട് ശിശപക്മ കോൺകർ ചെയ്ത ഫസ്റ്റ് ഇന്ത്യൻ ആരാണ്? അത് അർജുൻ വാജ്പേയി ആണ്. ഓക്കെ, ഫസ്റ്റ് ഇന്ത്യൻ ആരാണ്? അർജുൻ വാജ്പേയി. മൗണ്ട് ശിശപക്മ കോൺകർ ചെയ്യുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ആരാണ്? ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുൻ വാജ്പേയി ആണ്. ഓക്കെ, മൗണ്ട് ശിശപക്മ കോൺകർ ചെയ്ത ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? അർജുൻ വാജ്പേയി. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞുള്ളൂ. മൗണ്ട് ശിശപക്മ കോൺകർ ചെയ്യുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനെ മറക്കണ്ട, അർജുൻ വാജ്പേയി ആണ്. പിന്നീട് നമ്മൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ മൗണ്ട് ശിശപക്മ എവിടെയാണെന്ന് അറിയണം. അത് ചൈനയിലാണ്. 14th ഹയസ്റ്റ് മൗണ്ടെയിൻ ഇൻ ദ വേൾഡ്. ആൻഡ് ഇതിൻ്റെ ഹൈറ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 8027 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which state has become the first state to implement ദളിത് സബ് കോട്ട? ദളിത് സബ് കോട്ട ഇംപ്ലിമെന്റ് ചെയ്ത ആദ്യത്തെ സ്റ്റേറ്റ്. ഓക്കെ, ഫസ്റ്റ് ടു ഇംപ്ലിമെന്റ് ദളിത് സബ് കോട്ട. ദളിത് സബ് കോട്ട ഇംപ്ലിമെന്റ് ചെയ്ത ആദ്യത്തെ സ്റ്റേറ്റ്. ഫസ്റ്റ് ടു ഇംപ്ലിമെന്റ് ദളിത് സബ് കോട്ട. ദളിത് സബ് കോട്ട ഇംപ്ലിമെന്റ് ചെയ്ത ആദ്യത്തെ സ്റ്റേറ്റ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഹരിയാനയാണ്. ഓക്കെ, ദളിത് സബ് കോട്ട ഇംപ്ലിമെന്റ് ചെയ്ത ആദ്യത്തെ സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഏതാണ്? ഹരിയാനയാണ്.
തൊട്ട് താഴെ പറഞ്ഞിട്ടുണ്ട് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡിവൈഡഡ് ഇൻറ്റു 2 ഗ്രൂപ്പ്സ്. ഏതൊക്കെയാ? ഡിപ്രൈവ്ഡ് ഷെഡ്യൂൾഡ് കാസ്റ്റ് DSSC അല്ലെങ്കിൽ അതർ ഷെഡ്യൂൾഡ് കാസ്റ്റ് OSSC. ഇവർക്ക് രണ്ടുപേർക്ക് എത്ര പെർസെൻറ്റേജ് റിസർവേഷൻ ആണ്? 10% റിസർവേഷൻ ആണ്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു ഇവിടെയായിരുന്നു ദളിത് സബ് കോട്ട ഇംപ്ലിമെന്റ് ചെയ്ത ആദ്യത്തെ സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഹരിയാന. ക്ലിയർ ആയോ? ദളിത് സബ് കോട്ട ഇംപ്ലിമെന്റ് ചെയ്ത ആദ്യത്തെ സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഏതാണ്? ഹരിയാനയാണ്. ദളിത് സബ് കോട്ട ഇംപ്ലിമെന്റ് ചെയ്ത ഫസ്റ്റ് സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഹരിയാന. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പോകുന്നതിന് മുന്നേ നിങ്ങൾ SSC RRB അതുപോലെ തന്നെ ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അത് നിങ്ങൾക്ക് നമ്മുടെ ദിശ അക്കാദമി വഴി ഓഫ്ലൈൻ കോഴ്സസ് അവൈലബിൾ ആണ്. ഓഫ്ലൈൻ കോഴ്സസ് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് സെൻറ്ററിൽ വന്നിട്ട് പഠിക്കാവുന്നതാണ്. സിലബസ് ഓറിയൻറ്റഡ് ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഈ സിലബസ് ഓറിയൻറ്റഡ് ക്ലാസ്സിന് ശേഷം, അതായത് സിലബസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഏത് എക്സാം ആണോ ഫോക്കസ് ചെയ്യുന്നത് ആ എക്സാമിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഫോക്കസ് ബാച്ചുകൾ ഉണ്ടാവും. മാത്രമല്ല നിങ്ങളുടെ പാഷൻ ഏത് ജോലിയാണോ ആ ജോലിയിലേക്ക് നിങ്ങളെ എത്തിക്കാനായിട്ട് നമുക്ക് പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇനി ഒരുപക്ഷെ അല്ലെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഓഫ്ലൈൻ കോഴ്സസ് പർച്ചേസ് ചെയ്യാനാണ് അല്ലെങ്കിൽ ഓഫ്ലൈൻ കോഴ്സസിൽ വന്ന് ജോയിൻ ചെയ്യാനാണ് താല്പര്യമെങ്കിൽ കൊല്ലം, കൊട്ടാരക്കര, തൃശ്ശൂർ, കാലിക്കറ്റ്, ട്രിവാൻഡ്രം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ബ്രാഞ്ചിലോട്ടാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് ഓഫ്ലൈൻ സെൻറ്റേഴ്സിൽ വന്നിട്ട് പഠിക്കാനായിട്ട് പറ്റുന്നില്ല, നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്താ നമ്മുടെ ഓൺലൈൻ കോഴ്സസ് അവൈലബിൾ ആണ്. ദിശ അക്കാദമിയുടെ ഓൺലൈൻ കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ ഓൺലൈൻ കോഴ്സസ് വരുമ്പോൾ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളായിട്ടായിരിക്കും കോഴ്സസ് ഉണ്ടാവുക. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അതിൻ്റെ റെക്കോർഡ് വേർഷൻസ് അവിടെ അവൈലബിൾ ആയിരിക്കും. ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയാൽ തന്നെ ഫാക്കൽറ്റീസുമായിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്ത് വരുന്ന ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് പ്രോപ്പർലി പഠിച്ചു പോകാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഒരുപക്ഷെ ഞാൻ പറഞ്ഞ പോലെ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ വറീഡ് ആവണ്ട, ബിക്കോസ് അതിൻ്റെ റെക്കോർഡ് വേർഷൻസ് അവിടെ അവൈലബിൾ ആയിരിക്കും. ഇനി മാത്രമല്ല ഓൺലൈൻ കോഴ്സിൽ നിങ്ങളെ പഠിത്തത്തിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു നമ്മുടെ ഓഫ്ലൈൻ സെൻറ്റേഴ്സിലെ പോലെ തന്നെ ഓൺലൈൻ കോഴ്സസിലും നിങ്ങൾക്കൊരു മെൻറ്റർ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാണുന്ന നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് വേർ വാസ് ഇന്ത്യാസ് ഫസ്റ്റ് സെൽഫ് പവേർഡ് ഇൻഡോർ എയർ ക്വാളിറ്റി മോണിറ്റർ. അപ്പം സെൽഫ് പവേർഡ് ആദ്യത്തെ സെൽഫ് പവേർഡ് ഇൻഡോർ എയർ ക്വാളിറ്റി മോണിറ്റർ ലോഞ്ച് ചെയ്ത് എവിടെയാണ്? ഓക്കെ, സെൽഫ് പവേർഡ് ഇൻഡോർ എയർ ക്വാളിറ്റി മോണിറ്റർ, സെൽഫ് പവേർഡ് ഇൻഡോർ എയർ ക്വാളിറ്റി മോണിറ്റർ ലോഞ്ച് ചെയ്തത് എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ തിരുവനന്തപുരം എയർപോർട്ടിലാണ്. ഓക്കെ, ട്രിവാൻഡ്രം എയർപോർട്ടിലാണ് ഇന്ത്യാസ് ഫസ്റ്റ് സെൽഫ് പവേർഡ് ഇൻഡോർ എയർ ക്വാളിറ്റി മോണിറ്റർ. ഇന്ത്യാസ് ഫസ്റ്റ് സെൽഫ് പവേർഡ് ഇൻഡോർ എയർ ക്വാളിറ്റി മോണിറ്റർ, ഇന്ത്യാസ് ഫസ്റ്റ് സെൽഫ് പവേർഡ് ഇൻഡോർ എയർ ക്വാളിറ്റി മോണിറ്റർ ലോഞ്ച് ചെയ്ത് എവിടെയാണ്? തിരുവനന്തപുരം എയർപോർട്ടിലാണ്. ഓക്കെ, ഇന്ത്യാസ് ഫസ്റ്റ് സെൽഫ് പവേർഡ് ഇൻഡോർ എയർ ക്വാളിറ്റി മോണിറ്റർ ലോഞ്ച് ചെയ്ത് എവിടെയാണ്? അത് ട്രിവാൻഡ്രം എയർപോർട്ടിലാണ്. ഓക്കെ, അവിടെ നമുക്ക് വേറെ കണക്റ്റഡ് ഫാക്റ്റ് ഒന്നും പറയാനായിട്ടില്ല. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യാസ് ഫസ്റ്റ് നമോ ഭാരത് റാപ്പിഡ് റെയിൽ. ഓക്കെ, ഇന്ത്യാസ് ഫസ്റ്റ് നമോ ഭാരത് റാപ്പിഡ് റെയിൽ, ഓൾസോ നോൺ ആസ് വന്ദേ മെട്രോ. ഓക്കെ, ഇന്ത്യാസ് ഫസ്റ്റ് നമോ ഭാരത് റാപ്പിഡ് റെയിൽ ഏത് പേരിലൂടെ അറിയപ്പെടുന്നു? വന്ദേ മെട്രോ. ഏതൊക്കെ പ്ലേസസിനെ തമ്മിലാണ് ഇത് കണക്ട് ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ഫസ്റ്റ് നമോ ഭാരത് റാപ്പിഡ് റെയിൽ എന്നറിയപ്പെടുന്നു, വന്ദേ മെട്രോ എന്നറിയപ്പെടുന്നു. ഇത് കണക്ട് ചെയ്യുന്നത് അഹമ്മദാബാദിനെയും ഭുജിനെയും തമ്മിലാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ഫസ്റ്റ് നമോ ഭാരത് റാപ്പിഡ് റെയിൽ വന്ദേ മെട്രോ എന്നറിയപ്പെടുന്നു. കണക്ട് ചെയ്യുന്നത് എവിടെയൊക്കെ തമ്മിലാണ്? അഹമ്മദാബാദിനെയും ഭുജിനെയും തമ്മിലാണ്. ഇത് ലോഞ്ച് ചെയ്ത ആരാണ്? നരേന്ദ്രമോദിയാണ് ലോഞ്ച് ചെയ്തത്. ഓക്കെ, നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണിത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമോ ഭാരത് റാപ്പിഡ് റെയിൽ, നമോ ഭാരത് റാപ്പിഡ് റെയിൽ അല്ലെങ്കിൽ വന്ദേ മെട്രോ കണക്ട് ചെയ്യുന്നത് ഏതൊക്കെ പ്ലേസിനെയാണ്? ഫസ്റ്റ് നമോ ഭാരത് റാപ്പിഡ് റെയിൽ അല്ലെങ്കിൽ വന്ദേ മെട്രോ കണക്ട് ചെയ്യുന്നത് അഹമ്മദാബാദ് ആൻഡ് ഭുജ്. ഓക്കെ, which country become the first to receive WHO verification for eliminating leprosy? leprosy eliminate ചെയ്യുന്നതിന് WHO വെരിഫിക്കേഷൻ ലഭിച്ച ആദ്യത്തെ രാജ്യം ഏതാണ്? ഓക്കെ, leprosy eliminate ചെയ്യുന്നതിന് WHO വെരിഫിക്കേഷൻ ലഭിച്ച ആദ്യത്തെ രാജ്യം ഏതാണ്? ഓക്കെ, ലെപ്രസി എലിമിനേറ്റ് ചെയ്യുന്നതിന് WHO വെരിഫിക്കേഷൻ ലഭിച്ച ആദ്യത്തെ രാജ്യം ഏതാണ്? ലെപ്രസി എലിമിനേറ്റ് ചെയ്യുന്നതിന് WHO വെരിഫിക്കേഷൻ ലഭിച്ച ആദ്യത്തെ രാജ്യം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജോർദാനാണ്. ഏതാണ്? ജോർദാൻ.
ഓക്കെ, അപ്പോൾ ലെപ്രസി എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് WHO വെരിഫിക്കേഷൻ ലഭിച്ച ആദ്യത്തെ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ഏതാണ്? ജോർദാൻ ആണ്. ഓക്കെ, which country has become the first country to allow voters to elect judges at all levels? അപ്പോൾ എല്ലാ ലെവൽസിലും ജഡ്ജസിനെ എലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വോട്ടേഴ്സിന് അലൗ നൽകിയ ആദ്യത്തെ രാജ്യം ഏതാണ്? ഫസ്റ്റ് കൺട്രി ടു അലൗ വോട്ടേഴ്സ് ടു എലക്ട് ജഡ്ജസ് അറ്റ് ഓൾ ലെവൽസ്. ഓക്കെ, ഫസ്റ്റ് കൺട്രി ടു അലൗ വോട്ടേഴ്സ് ടു എലക്ട് ജഡ്ജസ് അറ്റ് ഓൾ ലെവൽസ് ഏത് രാജ്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ മെക്സിക്കോ ആണ്. ഇവിടെ കണക്റ്റഡ് ഫാക്ട് എന്ന് പറയാനില്ല, ഇത് അതുപോലെ തന്നെ അങ്ങ് പഠിക്കുക, അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ വരുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് കണക്റ്റഡ് ഒന്നും പറയാത്തത്, ഇത് അങ്ങനെ തന്നെ പഠിച്ചോളുക. ഓക്കെ, ഇനി who set the record of oldest Indian to sing English channel solo? അപ്പോൾ ഇംഗ്ലീഷ് ചാനൽ ഒറ്റയ്ക്ക് സിം ചെയ്ത ഓൾഡസ്റ്റ് ഇന്ത്യൻ ആരാണ്? ഓൾഡസ്റ്റ് ഇന്ത്യൻ ടു സിം അക്രോസ് ഇംഗ്ലീഷ് ചാനൽ സോളോ. അപ്പോൾ ഇംഗ്ലീഷ് ചാനൽ ഒറ്റയ്ക്ക് സിം ചെയ്ത ഓൾഡസ്റ്റ് ഇന്ത്യക്കാരൻ ആരാണ്? ഇംഗ്ലീഷ് ചാനൽ ഒറ്റയ്ക്ക് സിം ചെയ്ത ഓൾഡസ്റ്റ് ഇന്ത്യൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ സിദ്ധാർത്ഥ അഗർവാൾ ആണ് കേട്ടോ. ആരാണ്? സിദ്ധാർത്ഥ അഗർവാൾ. അപ്പോൾ ഇംഗ്ലീഷ് ചാനൽ ഒറ്റയ്ക്ക് സിം ചെയ്ത ഓൾഡസ്റ്റ് ഇന്ത്യൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ആരാണ്? സിദ്ധാർത്ഥ അഗർവാൾ ആണ്. ആരാണ്? സിദ്ധാർത്ഥ അഗർവാൾ. ഓക്കെ, അടുത്തത് വേൾഡ്സ് ഓൾഡസ്റ്റ് സോളാർ കലണ്ടർ ഹാസ് ബീൻ ഡിസ്കവേർഡ് ഇൻ വിച്ച് കൺട്രി? വേൾഡ് തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള സോളാർ കലണ്ടർ, അതായത് 13,000 ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള സോളാർ കലണ്ടർ, 13,000 ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള സോളാർ കലണ്ടർ ഡിസ്കവേർഡ് ചെയ്ത് ഏത് രാജ്യത്താണ്? വേൾഡ് ഓൾഡസ്റ്റ് സോളാർ കലണ്ടർ. ഓക്കെ, വേൾഡ് ഓൾഡസ്റ്റ് സോളാർ കലണ്ടർ, വേൾഡ് ഓൾഡസ്റ്റ് സോളാർ കലണ്ടർ ഡിസ്കവേർഡ് ചെയ്തത് ഏത് രാജ്യത്താണ്? 13,000 ഇയേഴ്സ് ഓൾഡ് ഇല്ല, വേൾഡ് ഓൾഡസ്റ്റ് സോളാർ കലണ്ടർ ഡിസ്കവേർഡ് ചെയ്തത് ഏത് രാജ്യത്താണെന്ന് വെച്ചാൽ അതിന് ആൻസർ തുർക്കിയിലാണ്. ഓക്കെ, വേൾഡ് ഓൾഡസ്റ്റ് സോളാർ കലണ്ടർ ഡിസ്കവേർഡ് ചെയ്തത് ഏത് രാജ്യത്താണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഏത് രാജ്യത്താണ്? സദേൺ തുർക്കിയിലാണ്. ഓക്കെ, ഗോബ്ലിക്കി ടേപ്പെ, സദേൺ തുർക്കിയിലെ ഗോബെക്ലി ടേപ്പെ സ്ഥലം ഏതാണ്? സദേൺ തുർക്കിയിലെ ഗോബെക്ലി ടേപ്പെ എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് 13,000 ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള വേൾഡ് ഓൾഡസ്റ്റ് സോളാർ കലണ്ടർ ഡിസ്കവേർഡ് ചെയ്യുന്നത്. മനസ്സിലായോ? വേൾഡ് ഓൾഡസ്റ്റ് സോളാർ കലണ്ടർ ഡിസ്കവേർഡ് ചെയ്യുന്നത് നമ്മുടെ സദേൺ തുർക്കിയിലെ ഗോബെക്ലി ടേപ്പെ എന്ന് പറയുന്ന ലൊക്കേഷനിലാണ്. ഓക്കെ, ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. വേൾഡ് ഓൾഡസ്റ്റ് സോളാർ കലണ്ടർ 13,000 ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള വേൾഡ് ഓൾഡസ്റ്റ് സോളാർ കലണ്ടർ ഡിസ്കവേർഡ് ചെയ്യുന്നത് സദേൺ തുർക്കിയിലെ ഗോബ്ലക്കി ടേപ്പെ എന്ന് പറയുന്ന പ്ലേസിലാണ്. ഓക്കെ, അടുത്തത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഇന്ത്യസ് ഫസ്റ്റ് റൈസ് ATM ഹാസ് ബീൻ സെറ്റപ്പ് ഇൻ വിച്ച് സ്റ്റേറ്റ്? ഇന്ത്യയുടെ ആദ്യത്തെ റൈസ് ATM, അത് പ്രോപ്പർലി നമ്മൾ നമ്മുടെ കാർഡിൻ്റെ നമ്പർ എൻ്റർ ചെയ്യുന്ന സമയത്ത്, റേഷൻ കാർഡിൻ്റെ നമ്പർ എൻ്റർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? റൈസ് വരും അല്ലേ? അപ്പോൾ അത്തരത്തിൽ ആദ്യത്തെ റൈസ്, ഇന്ത്യയുടെ തന്നെ ആദ്യത്തെ റൈസ് ATM കേട്ടോ, ഇന്ത്യയുടെ തന്നെ ആദ്യത്തെ റൈസ് ATM സെറ്റപ്പ് ചെയ്തത് മറ്റ് സ്റ്റേറ്റ് ഒന്നും അല്ല, ഏതാണ്? ഒഡീഷയാണ്. ഓക്കെ, ഇന്ത്യയുടെ ആദ്യത്തെ റൈസ് ATM സെറ്റപ്പ് ചെയ്ത സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഏതാണ്? ഒഡീഷയാണ്. ഓക്കെ, അപ്പോൾ ഒഡീഷയിൽ എവിടെയാണ് സെറ്റപ്പ് ചെയ്തത്? ഭുവനേശ്വറിലാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ റൈസ് ATM സെറ്റപ്പ് ചെയ്ത് എവിടെയാണ്? ഒഡീഷയിലെ ഭുവനേശ്വറിലാണ്. ഈ ഒരു ഇന്ത്യയുടെ ആദ്യത്തെ റൈസ് ATMന് ഒരു നെയിം കൂടി ഉണ്ട്, അതുകൂടി ഓർത്തോളുക. അന്നപൂർത്തി ഗ്രെയിൻ ATM. എന്താണ്? അന്നപൂർത്തി ഗ്രെയിൻ ATM. അപ്പോൾ ഇന്ത്യയുടെ ഫസ്റ്റ് റൈസ് ATM, ഓക്കെ, ഇന്ത്യയുടെ ആദ്യത്തെ റൈസ് ATM എവിടെയാണ്? ഒഡീഷയിലെ ഭുവനേശ്വറിലാണ്. ഇന്ത്യയുടെ ആദ്യത്തെ റൈസ് ATM സെറ്റപ്പ് ചെയ്ത് എവിടെയാണ്? ഒഡീഷയിലെ ഭുവനേശ്വറിലാണ്. ഓക്കെ, ഇന്ത്യയുടെ ആദ്യത്തെ റൈസ് ATM സെറ്റപ്പ് ചെയ്തത് ഒഡീഷയിലെ ഭുവനേശ്വറിലാണ്. ഇന്ത്യയുടെ ആദ്യത്തെ റൈസ് ATMന്റെ നെയിം എന്താണ്? അന്നപൂർത്തി ഗ്രെയിൻ ATM. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ റൈസ് ATM സെറ്റപ്പ് ചെയ്തത് എവിടെയാണ്? ഒഡീഷയിലെ ഭുവനേശ്വറിലാണ്. ആ റൈസ് ATMന്റെ പേരെന്താണ്? അന്നപൂർത്തി ഗ്രെയിൻ ATM. എന്താണ്? അന്നപൂർത്തി ഗ്രെയിൻ ATM എന്നാണ്. ഓക്കെ, which state will India's first Constitution Museum be established? ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യയുടെ ആദ്യത്തെ
ഇന്ത്യസ് ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ മ്യൂസിയം. ഇന്ത്യയുടെ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ മ്യൂസിയം എസ്റ്റാബ്ലിഷ് ചെയ്ത് എവിടെയാണ്? അത് OP ജിൻദാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി, സോനിപട്ട്, ഹരിയാന. ഹരിയാനയിലെ സോനിപട്ടിലാണ്. ഹരിയാന സോനിപട്ടിലെ OP ജിൻദാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ മ്യൂസിയം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ മ്യൂസിയം, ഓക്കെ, ഇന്ത്യയുടെ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ മ്യൂസിയം എസ്റ്റാബ്ലിഷ് ചെയ്ത സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? അത് ഹരിയാനയാണ്. ഓക്കെ, ഇന്ത്യയുടെ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ മ്യൂസിയം എസ്റ്റാബ്ലിഷ് ചെയ്ത സ്റ്റേറ്റ് ഏതാണ്? ഹരിയാന. ഇന്ത്യയുടെ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ മ്യൂസിയം എസ്റ്റാബ്ലിഷ് ചെയ്ത സ്റ്റേറ്റ് ഏതാണ്? അത് ഹരിയാനയാണ്. ഓക്കെ ഓക്കെ അടുത്തത്, ഇന്ത്യസ് ലോങ്സ്റ്റ് ആൻഡ് ലാർജസ്റ്റ് അർബൻ ടണൽ വിൽ ബി ബിൽറ്റ് ഇൻ വിച്ച് സ്റ്റേറ്റ്? അപ്പോൾ ഇന്ത്യയുടെ ലോങ്സ്റ്റ് ആൻഡ് ലാർജസ്റ്റ് അർബൻ ടണൽ കേട്ടോ, ഇന്ത്യയുടെ ലോങ്സ്റ്റ് ആൻഡ് ലാർജസ്റ്റ് അർബൻ ടണൽ, ഇന്ത്യയുടെ ലോങ്സ്റ്റ് ആൻഡ് ലാർജസ്റ്റ് അർബൻ ടണൽ ബിൽറ്റ് ചെയ്യുന്നത് ഏത് സ്റ്റേറ്റിലാണ്? ഇന്ത്യയുടെ ലോങ്സ്റ്റ് ആൻഡ് ലാർജസ്റ്റ് അർബൻ ടണൽ ബിൽറ്റ് ചെയ്യുന്നത് എവിടെയാണ്? അത് മഹാരാഷ്ട്രയിലാണ്. ഓക്കെ, ഇന്ത്യയുടെ ലോങ്സ്റ്റ് ആൻഡ് ലാർജസ്റ്റ് അർബൻ ടണൽ ബിൽറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണ്? അത് മഹാരാഷ്ട്രയാണ്. അതിന്റെ പേരെന്താണ്? താനെ ബോറിവാലി ടിൻ ടണൽ. ഓക്കെ, എന്താണ്? താനെ ബോറിവാലി ടിൻ ടണൽ. അപ്പൊ ഇന്ത്യയുടെ ലോങ്സ്റ്റ് ആൻഡ് ലാർജസ്റ്റ് അർബൻ ടണൽ, ഓക്കെ, ഇന്ത്യയുടെ ലോങ്സ്റ്റ് ആൻഡ് ലാർജസ്റ്റ് അർബൻ ടണൽ, ഇന്ത്യയുടെ ലോങ്സ്റ്റ് ആൻഡ് ലാർജസ്റ്റ് അർബൻ ടണൽ ബിൽറ്റ് ചെയ്ത സ്റ്റേറ്റ് ഏതാണ്? ബിൽറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണ്? മഹാരാഷ്ട്ര. ഇന്ത്യയുടെ ലോങ്സ്റ്റ് ആൻഡ് ലാർജസ്റ്റ് അർബൻ ടണൽ ബിൽറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് മഹാരാഷ്ട്ര. താനെ ബോറിവാലി ടിൻ ടണൽ. അപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്യുന്നത് മുംബൈ മെട്രോപൊളിറ്റൻ റീജിയൻ ഡെവലപ്മെന്റ് അതോറിറ്റിയാണ്. ഓക്കെ, മുംബൈ മെട്രോപൊളിറ്റൻ റീജിയൻ ഡെവലപ്മെന്റ് അതോറിറ്റി, മുംബൈ മെട്രോപൊളിറ്റൻ റീജിയൻ ഡെവലപ്മെന്റ് അതോറിറ്റിയാണിത് ഡെവലപ്പ് ചെയ്യുന്നത്. ഇതിന് ഫൗണ്ടേഷൻ സ്റ്റോൺ ഇട്ടത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ്. രണ്ട് കാര്യങ്ങൾ ഓർക്കുക, ഈ ലോങ്സ്റ്റ് ആൻഡ് ലാർജസ്റ്റ് അർബൻ ടണലിന്റെ ടോട്ടൽ ലെങ്ത് 11.8 കിലോമീറ്റർ ആണ്. ഓക്കെ, ലോങ്സ്റ്റ് ആൻഡ് ലാർജസ്റ്റ് അർബൻ ടണലിന്റെ ടോട്ടൽ ലെങ്ത് എത്രയാണ്? 11.8 കിലോമീറ്റർ ആണെന്ന് ഓർക്കുക. ഇതിന്റെ ടോട്ടൽ ബജറ്റ് മറക്കണ്ട, 16,600 crore ആണ്. ഓക്കെ, ടോട്ടൽ ബജറ്റ് എത്രയാണ്? 16,600 crore ആണ്. ടോട്ടൽ ബജറ്റ് മറക്കണ്ട, 16,600 crore. അപ്പോൾ ഇവിടെ പറഞ്ഞത് ലോങ്സ്റ്റ് ആൻഡ് ലാർജസ്റ്റ് അർബൻ ടണൽ ബിൽറ്റ് ചെയ്യുന്ന എവിടെയാണ്? മഹാരാഷ്ട്രയിൽ. താനെ ബോറിവാലി ടിൻ ടണലാണ്. ഇത് ഡെവലപ്പ് ചെയ്യുന്നത് മുംബൈ മെട്രോപൊളിറ്റൻ റീജിയൻ ഡെവലപ്മെന്റ് അതോറിറ്റി. ഫൗണ്ടേഷൻ സ്റ്റോൺ ഇട്ടത് നരേന്ദ്രമോദിയാണ്. ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 11.8 കിലോമീറ്റർ ആണ്. ടോട്ടൽ ബജറ്റോ 16,600 crore ആണ്. ഓക്കെ, which country unveiled world first carbon fiber high speed train? Okay, world first carbon fiber high speed train. അപ്പോൾ കാർബൺ ഫൈബർ യൂസ് ചെയ്തിട്ടുള്ള ഹൈ സ്പീഡ് ട്രെയിൻ അൺവീൽ ചെയ്ത് എവിടെയാണ്? വേൾഡ് ഫസ്റ്റ് കാർബൺ ഫൈബർ ഹൈ സ്പീഡ് ട്രെയിൻ, വേൾഡ് ഫസ്റ്റ് കാർബൺ ഫൈബർ ഹൈ സ്പീഡ് ട്രെയിൻ, വേൾഡ് ഫസ്റ്റ് കാർബൺ ഫൈബർ ഹൈ സ്പീഡ് ട്രെയിൻ അൺവീൽ ചെയ്ത് ഏത് രാജ്യത്താണെന്ന് വെച്ചാൽ അത് ചൈനയാണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. വേൾഡ് ഫസ്റ്റ് കാർബൺ ഫൈബർ ഹൈ സ്പീഡ് ട്രെയിൻ. ഓക്കെ, കാർബൺ ഫൈബർ ഹൈ സ്പീഡ് ട്രെയിൻ എവിടെയാണത്? ചൈനയിൽ. ഓക്കെ, അതങ്ങനെ തന്നെ പഠിക്കുക. Where is India's first integrated agricultural export facility? ഓക്കെ, അപ്പം ഇന്ത്യയുടെ ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് അഗ്രികൾച്ചറൽ എക്സ്പോർട്ട് ഫെസിലിറ്റി ഡെവലപ്പ് ചെയ്ത മഹാരാഷ്ട്രയിലെ ജവഹർലാൽ നെഹ്റു പോർട്ടിലാണ്. ഓക്കെ, ഫസ്റ്റ് ഇന്റഗ്രേറ്റഡ് അഗ്രികൾച്ചറൽ എക്സ്പോർട്ട് ഫെസിലിറ്റി. ഓക്കെ, ഇന്റഗ്രേറ്റഡ് അഗ്രികൾച്ചറൽ എക്സ്പോർട്ട് ഫെസിലിറ്റി അത് ഡെവലപ്പ് ചെയ്ത് എവിടെയാണ്? ജവഹർലാൽ നെഹ്റു പോർട്ടിലാണ്. എവിടെയാണ്? ജവഹർലാൽ നെഹ്റു പോർട്ടിലാണ്. അപ്പോൾ ഇന്ത്യയുടെ ഫസ്റ്റ് ഇന്റഗ്രേറ്റഡ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ഇന്റഗ്രേറ്റഡ് അഗ്രികൾച്ചർ എക്സ്പോർട്ട് ഫെസിലിറ്റി, ഇന്ത്യയുടെ ഫസ്റ്റ് ഇന്റഗ്രേറ്റഡ് അഗ്രികൾച്ചറൽ എക്സ്പോർട്ട് ഫെസിലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് എവിടെയാണ്? ജവഹർലാൽ നെഹ്റു പോർട്ടിലാണ്. ഇതിന്റെ പ്രോജക്റ്റ് കോസ്റ്റോ 284.19 crore ആണ്. ഓക്കെ, 284.19 crore ആണ്. അപ്പോൾ പറഞ്ഞത് ഇന്ത്യയുടെ ഫസ്റ്റ് ഇന്റഗ്രേറ്റഡ് അഗ്രികൾച്ചറൽ എക്സ്പോർട്ട് ഫെസിലിറ്റി. ഓക്കെ, ഇന്ത്യയുടെ ഫസ്റ്റ് ഇന്റഗ്രേറ്റഡ് അഗ്രികൾച്ചറൽ എക്സ്പോർട്ട് ഫെസിലിറ്റി എവിടെയാണ് ഡെവലപ്പ് ചെയ്തത്? ജവഹർലാൽ നെഹ്റു പോർട്ടിലാണ്. ഇതിന്റെ പ്രോജക്റ്റ് കോസ്റ്റോ 284.19
crore ആണ്. ഓക്കെ, which country become the first nation to prepare full list of fauna? ഓക്കെ, അപ്പം ഫോണ എന്ന് പറയുന്നത് നമ്മുടെ ആനിമൽസുമായിട്ട് റിലേറ്റ് ചെയ്താണ്, ആനിമൽ സ്പീഷീസുമായിട്ട് റിലേറ്റ് ചെയ്താണ് അല്ലേ. അപ്പൊ അതിന്റെ ആ ഫോണയുടെ കംപ്ലീറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത ആദ്യത്തെ നേഷൻ, കേട്ടോ, നല്ല ക്വസ്റ്റ്യൻ. ഫസ്റ്റ് നേഷൻ ടു പ്രിപ്പയർ ഫുൾ ലിസ്റ്റ് ഓഫ് ഫോണ, ഫോണയുടെ കംപ്ലീറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത ആദ്യത്തെ രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. ഓക്കെ, ഫോണയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, കംപ്ലീറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത ഫസ്റ്റ് നേഷൻ നമ്മുടെ ഇന്ത്യയാണ്. ടോട്ടൽ ഫോണ മീൻസ് ആനിമൽ സ്പീഷീസ് ഓഫ് ഇന്ത്യ എത്രയാണ്? 1,14,561, 1,04,561. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓർക്കുക, നമ്മുടെ ടോട്ടൽ ഫോണയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫുൾ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന, ഫോണയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, ഫോണ എന്ന് പറയുമ്പോൾ ഫ്ലോറ ആൻഡ് ഫോണ, ഫോണ എന്ന് പറയുമ്പോൾ എന്താണ്? ആനിമൽസുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഫോണയുമായിട്ട് റിലേറ്റ് ചെയ്ത ഫുൾ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത ആദ്യത്തെ നേഷൻ ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ്. ഓക്കെ, ഇന്ത്യസ് ഫസ്റ്റ് സൺകൻ മ്യൂസിയം ഓപ്പൺഡ് ഇൻ വിച്ച് സിറ്റി? അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ സൺകൻ മ്യൂസിയം ഓപ്പൺ ചെയ്തത് ഏത് സിറ്റിയിലാണ്? ഇന്ത്യയുടെ ആദ്യത്തെ സൺകൻ മ്യൂസിയം ഓപ്പൺ ചെയ്തത് ഏത് സിറ്റിയിലാണ്? ഇന്ത്യസ് ഫസ്റ്റ് സൺകൻ മ്യൂസിയം ഓപ്പൺഡ് ഇൻ വിച്ച് സിറ്റി? ഇന്ത്യയുടെ ആദ്യത്തെ സൺകൻ മ്യൂസിയം അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് മ്യൂസിയം എന്നൊക്കെ പറയാം. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ സൺകൻ മ്യൂസിയം ഓപ്പൺ ചെയ്തത് എവിടെയാണ്? അത് ന്യൂഡൽഹിയിലാണ്, നമ്മുടെ ഹുമയൂൺസ് ടോംബിൽ, കേട്ടോ. ന്യൂഡൽഹിയിലുള്ള ഹുമയൂൺസ് ടോംബിലാണ് എന്ത്? ഇന്ത്യയുടെ ആദ്യത്തെ സൺകൻ മ്യൂസിയം ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ സൺകൻ മ്യൂസിയം, അണ്ടർഗ്രൗണ്ട് മ്യൂസിയം, ഇന്ത്യയുടെ ആദ്യത്തെ സൺകൻ മ്യൂസിയം ഓപ്പൺ ചെയ്ത് എവിടെയാണ്? അത് ഹുമയൂൺസ് ടോംബിലാണ്. ഹുമയൂൺസ് ടോംബ് എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ന്യൂഡൽഹിയിലാണ്. നമുക്കറിയാം ഹുമയൂൺസ് ടോംബിനെ ഫ്യൂച്ചറിലേക്ക് പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നതിന് വേണ്ടിയിട്ട് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യുന്ന വർഷം എന്നാണ്? 1993ലാണ്. എന്നാണ്? 1993ൽ. പറഞ്ഞത് ഇന്ത്യസ് ഫസ്റ്റ് സൺകൻ മ്യൂസിയം സെറ്റപ്പ് ചെയ്യുന്നത് എവിടെയാണ് അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുന്നത് എവിടെയാണ്? അത് ന്യൂഡൽഹിയിലാണ്. എവിടെയാണ്? ഹുമയൂൺസ് ടോംബ് കോംപ്ലക്സിൽ. ഓക്കെ, അടുത്തത് വേൾഡ് ആർച്ച് ബ്രിഡ്ജ് ഹാസ് ബീൻ ബിൽറ്റ് ഇൻ വിച്ച് സ്റ്റേറ്റ്? വേൾഡ് ഹൈയസ്റ്റ് ആർച്ച് ബ്രിഡ്ജ് എവിടെയാണ്? വേൾഡ് ഹൈയസ്റ്റ് ആർച്ച് ബ്രിഡ്ജ് ജമ്മു കാശ്മീരിലാണ്, കേട്ടോ. വേൾഡ് ഹൈയസ്റ്റ് ആർച്ച് ബ്രിഡ്ജ് ബിൽറ്റ് ചെയ്യുന്നത് എവിടെയാണ്? അത് ജമ്മു കാശ്മീരിലാണ്. ഏതാണ്? ചിനാബ് റെയിൽ ബ്രിഡ്ജ് ആണ് അല്ലേ. നമുക്കറിയാം ഏത് ബ്രിഡ്ജാണ്? ചിനാബ് റെയിൽ ബ്രിഡ്ജ് ആണ് വേൾഡ് ഹൈയസ്റ്റ് ആർച്ച് ബ്രിഡ്ജ്. ഓക്കെ, അപ്പോൾ വേൾഡ് ഹൈയസ്റ്റ് ആർച്ച് ബ്രിഡ്ജ് ഏതാണ്? ചിനാബ് ബ്രിഡ്ജ് ആണ്. ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിലെ റിയാസി ഡിസ്ട്രിക്റ്റിലാണ്, കേട്ടോ. എവിടെയാണ്? ജമ്മു കാശ്മീരിലെ റിയാസി ഡിസ്ട്രിക്റ്റിലാണ്. ഓക്കെ, അപ്പോൾ ചെനാബ് റെയിൽ ബ്രിഡ്ജ് വേൾഡ് ഹൈയസ്റ്റ് ആർച്ച് ബ്രിഡ്ജ് ആണ് ചെനാബ് റെയിൽ ബ്രിഡ്ജ്. ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് റിയാസി ഡിസ്ട്രിക്ട്, ജമ്മു കാശ്മീരിലെ റിയാസി ഡിസ്ട്രിക്റ്റിലാണ്. ഹൈറ്റ് എന്ന് പറയുന്നത് 359 മീറ്റർ ആണ്. ഏതിന് കുറുകെയാ? ചെനാബ് റിവറിന് കുറുകെയാണ്. ന്യൂസിൽ വരുന്നതിന്റെ കാരണം എന്താണ്? റീസെന്റ് ഇന്ത്യൻ റെയിൽവേ കംപ്ലീറ്റഡ് സക്സസ്ഫുൾ ട്രയൽ. റീസെന്റ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ഒരു സക്സസ്ഫുൾ ട്രയൽ അതിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും അത് ന്യൂസിൽ വന്നത്. നമ്മൾ പഠിക്കേണ്ട ഇത്ര മാത്രം. ഹൈയസ്റ്റ് ആർച്ച് ബ്രിഡ്ജ്, വേൾഡ് ഹൈയസ്റ്റ്, വേൾഡ് തന്നെ ഹൈയസ്റ്റ് ആയിട്ടുള്ള ആർച്ച് ബ്രിഡ്ജ് ഉള്ളത് നമ്മുടെ ജമ്മു കാശ്മീരിലാണ്. ഓക്കെ, ഏതാണ്? ചെനാബ് റെയിൽ ബ്രിഡ്ജ്. മനസ്സിലായോ? വേൾഡ് ഹൈയസ്റ്റ് ആർച്ച് ബ്രിഡ്ജ് അത് ലൊക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ജമ്മു കാശ്മീരിലാണ്. അതിന്റെ പേരെന്താണ്? ചെനാബ് റെയിൽ ബ്രിഡ്ജ്. ഓക്കെ, ജമ്മു കാശ്മീരിലെ റിയാസി ഡിസ്ട്രിക്റ്റിൽ ചെനാബ് റെയിൽ ബ്രിഡ്ജ് ലൊക്കേറ്റ് ചെയ്യുന്നത് ജമ്മു കാശ്മീരിലെ റിയാസി ഡിസ്ട്രിക്റ്റിൽ. ഹൈറ്റ് 359 മീറ്റർ ആണ് ഓവർ ചെനാബ് റിവർ. ഓക്കെ, who has become the first person to complete 1000 days in space? സ്പേസിൽ 1000 days സ്പെൻഡ് ചെയ്ത ഫസ്റ്റ് പേഴ്സൺ ടു കംപ്ലീറ്റ് 1000 days in space അല്ലേ. 1000 ദിവസം നമ്മൾ ആലോചിച്ച് നോക്കേ. 1000 ദിവസം സ്പേസിൽ സ്പെൻഡ് ചെയ്ത ആദ്യത്തെ പേഴ്സൺ റഷ്യൻ കോസ്മോനോട്ട് ആണ്, കേട്ടോ. റഷ്യൻ കോസ്മോനോട്ടായ ഒലേഗ് കൊനെൻകോ. ഓക്കെ, റഷ്യൻ കോസ്മോനോട്ടായ ഒലേഗ് കൊനെൻകോ. ഓക്കെ, റഷ്യൻ കോസ്മോനോട്ടായ ഒലേഗ് കൊനെൻകോയാണ് 1000 ദിവസം സ്പേസിൽ സ്പെൻഡ് ചെയ്തത്.
ഓക്കെ 1000 ദിവസം സ്പേസിൽ കംപ്ലീറ്റ് ചെയ്ത 1000 ദിവസം സ്പേസിൽ കംപ്ലീറ്റ് ചെയ്ത ആദ്യത്തെ പേഴ്സൺ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒലേഗ് കൊനൻകോ, റഷ്യൻ കോസ്മോനോട്ടായ ഒലേഗ് കൊനൻകോയാണ്. അപ്പൊ റഷ്യൻ കോസ്മോനോട്ടായ ഒലേഗ് കൊനൻകോ ആണ് 1000 ഡേയ്സ് സ്പേസിൽ സ്പെൻഡ് ചെയ്തത്. ഓക്കെ അപ്പൊ 1000 ഡേയ്സ് സ്പേസിൽ സ്പെൻഡ് ചെയ്യുന്നത് ആരാണ്? റഷ്യൻ കോസ്മോനോട്ടായ ഒലേഗ് കൊനൻകോയാണ്. ഓക്കെ വേൾഡ് ഹയസ്റ്റ് ഒബ്സർവേറ്ററി ഇനാഗ്രേറ്റഡ് ഇൻ വിച്ച് കൺട്രി? വേൾഡ് ഹയസ്റ്റ് ഒബ്സർവേറ്ററി ഇനാഗ്രേറ്റ് ചെയ്തത് അത് ചിലിയിലാണ്. അറ്റക്കാമ ഒബ്സർവേറ്ററി വേൾഡ് ഹയസ്റ്റ് ഒബ്സർവേറ്ററി. ഓക്കെ അപ്പോൾ വേൾഡ് ഹയസ്റ്റ് ഒബ്സർവേറ്ററി ഇനാഗ്രേറ്റ് ചെയ്ത് എവിടെയാണ്? അത് ചിലിയിലാണ്. ഓക്കെ ഓക്കെ അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്കിലെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു ഓൾ ആൻഡ് ഹാപ്പി ലേണിംഗ്.